കുറെ കാലയിലെ ബുക്ക് വെച്ചിരിക്കുന്ന ഷെൽഫ് ഒന്ന് തൊട്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. തൊട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊരു നടക്കി പോകുന്ന ലക്ഷണമില്ല. കുറെ കാലത്തിന് ശേഷം തട്ടിമുട്ടി എടുക്കുന്നതായതുകൊണ്ട് തുമ്മലും ചീരലൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കുകളും പിന്നെ എൻ്റെ കയ്യിലും കാണാണ്ട് പോയ ബുക്കുകളും ഈ പാറ്റ ഈച്ച തുടങ്ങിയ സാധനങ്ങൾ മുതൽ ഏതോ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഓടപ്പൂ വരെ എനിക്ക് കയ്യിൽ കിട്ടി. ഇത്രയും ബുക്ക് എൻ്റെ കയ്യിലുണ്ടെന്ന് സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ ഞാൻ വായിച്ച ബുക്കുകളാണ്. ഞാൻ ഭയങ്കര വായനക്കാരി ആയതുകൊണ്ട് പകുതി വെച്ച് ചില ബുക്കുകളൊക്കെ നിർത്തേണ്ടി വന്നു. ഇത്രയും ബുക്കുകളൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ അമ്മ പെറുക്കി തൂക്കി വിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എൻ്റെ കയ്യിലുള്ള ബുക്കുകളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കുകളാണ്. ഒഴിവാക്കി അവസാനം എടുത്തു വെച്ച ബുക്കുകളാണ് കേട്ടോ ഇത്. നോവൽ വായിച്ച അത്രയും ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ല. ഒരു ഒന്നൊന്നര പണി എടുത്തു വെച്ച് ബുക്ക് ഒന്നെടുക്കാൻ പോകുമ്പോഴത്തേന് വീട് കിടക്കുന്നുണ്ടാവും. ഷെൽഫ് മൊത്തത്തിൽ നന്നാക്കാൻ വന്ന ഞാൻ ആദ്യത്തെ ഷെൽഫ് മാത്രമേ നന്നാക്കിയിട്ടുള്ളൂ. ചോദിക്ക് പെറുക്കി വെക്കുമ്പോൾ മനസ്സിനൊരു സുഖം. ഗതിയാവുന്നതിന് മുന്നേ തുമ്മലും ചീരൽ കൊണ്ട് ഞാൻ തളർന്നു പോയി. അമ്മേൻ്റെ ഒരു പരാതി. അമ്മേനെ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ആരോ മാന്തി പോലും. അമ്മ ഏച്ചി സംശയിക്കുന്നത് ഇന്നെ മാത്രമാണ്. കാരണം എൻ്റെ കയ്യിൽ കുറച്ച്